ഫ്രൂട്ട് സർബത്ത്, പുതിയ ഉടുപ്പ്, ലോഡഡ് ഫ്രൈസ്. രാവിലെ തന്നെ റൈഡ് ആരംഭിച്ചു. ഒരു ചെറിയ മഴക്കോളൊക്കെ കാണുന്നുണ്ട്. കൂട്ടുകാരന്റെ കുട്ടിപ്പൂച്ചയെ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോയ പൂച്ച സാറും ഞാനും കൂട്ടുകാരനായ റൈഡറും നേരെ വെച്ച് വിട്ടു PMG റോഡിലെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവിടെ എത്തി OP ഒക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ നല്ല കുട്ടിയായിട്ടൊരു പട്ടിസാർ ഇരുന്ന് ആവി പിടിക്കുന്നത് കണ്ടു. പട്ടിസാറിനെ നാണക്കേടാവുമെന്ന് വെച്ച് ഞാനൊന്നും കണ്ടില്ലേ എന്നും പറഞ്ഞ് പൂച്ച സാർ. അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇഞ്ചക്ഷനും മരുന്നും കൊടുത്തത് കൊണ്ട് പൂച്ച സാർ നല്ല ഉറക്കമായി. സമയം വൈകിയത് പറഞ്ഞില്ല, ഉച്ചയായത് പറഞ്ഞില്ല. നല്ല തണുത്ത ജ്യൂസ് കുടിക്കാനുള്ളൊരു മൈൻഡായി. റൈഡറിനാണെങ്കിൽ നല്ല വിശപ്പെന്നു. അങ്ങനെ സിഗ്നലിൽ അവിടെ കിടന്ന് എന്ത് കഴിക്കും, എവിടെ പോയി കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലായി. പോകുന്ന വഴി ഒരു ജംഗ്ഷനിൽ ഒരു ജ്യൂസ് ബാർ കണ്ടു. ബിരിയാണി വേണമെന്ന് പറഞ്ഞ റൈഡറിനെ പിടിച്ച് ഞാനൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ കയറ്റി. അവിടുത്തെ മെനു കണ്ടപ്പോൾ പിന്നെ മൈൻഡ് മാറി. 2 ഫലൂദ അങ്ങ് പറഞ്ഞു. ഓർഡർ ചെയ്ത ഐറ്റം വന്നപ്പോൾ അമ്പരന്ന് പോയി. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി. സാധനം നല്ല ആസ്വദിച്ച് കഴിച്ച്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വെറൈറ്റി ഐറ്റം വന്ന് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഇതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യലാണ് ബ്രൗണി വിത്ത് ഐസ്ക്രീം. പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് അർമാദിച്ച ഒരു ഫ്രൂട്ട് സർബത്ത്. ഇതുകൊണ്ട് സെർവ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു, കണ്ട് നല്ല പരിചയമുള്ള മുതുക്ക് ഗ്ലാസുകൾ. പിന്നെ അതിൽ ഗ്രേപ്പ് ലൈമായി, പൈനാപ്പിൾ ലൈമായി. അങ്ങനെ അൽഹംദുലില്ലാ വയറ് നിറഞ്ഞു. തൊട്ട് ഓപ്പോസിറ്റ് ഒരു തുണിക്കട ഉണ്ടായിരുന്നു, ഹോപ്പ് എന്നാണ് പേര്. കളക്ഷൻസ് ഒക്കെ കയറി നോക്കിയപ്പോൾ നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു. ഇത് കണ്ടപ്പോൾ റൈഡറിന്റെ ഒരു ഷർട്ട് എടുക്കണമെന്ന് തോന്നി. ഇട്ട് നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് അങ്ങ് സെലക്ട് ചെയ്തു. അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം വൈകുന്നേരമായി. ഞങ്ങളെ നേരെ വീട്ടിലോട്ടങ്ങ് വെച്ച് വിടാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കട്ടിക്ക് എന്തെങ്കിലും കഴിച്ചാലോന്ന് ആലോചിച്ചു. അങ്ങനെ കഴക്കൂട്ടത്തെ കോക്കോ ക്ലബ്ബ് എന്നൊരു ലോഡഡ് ഫ്രൈസ് പറഞ്ഞു. ലോഡഡ് ഫ്രൈസും വാങ്ങി നേരെ വീട്ടിലോട്ട് വിട്ട്. പോകുന്ന വഴി നല്ല അടിപൊളി കാലാവസ്ഥ. അങ്ങനെ വീട് എത്തി ഫുഡും തുറന്ന് ലോഡഡ് ഫ്രൈസ് ഇരുന്ന് അടിച്ചു. ഇനി അടുത്ത വ്ളോഗുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.